ദിവ്യ, ഈ ഭീമ കൊറേഗാവ് കേസും അതിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഹാനി ബാബുവിന്റെയും കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. അതിൽ നിന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. ഹാനി ബാബു ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഹാനി ബാബു ജയിൽ മോചിതനാകുന്നത്. ഹാനി ബാബുവിന് വലിയ ആശ്വാസമാണ്. നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലാണ് ഹാനി ബാബു ഉള്ളത്. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യത. ശരി, വിവരങ്ങൾ തൗഫീഖ് അസ്ലം തന്നെ നൽകും. തൗഫീഖ്, എത്ര മണിയോടുകൂടി ഹാനി ബാബു ജയിൽ മോചിതനാകും? ഇനി NIA സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതൊരു തിരിച്ചടിയാകാനിടയില്ലേ? ദിവ്യ, ഉച്ചയോടുകൂടി തന്നെ ഹാനി ബാബു മുംബൈയിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം NIA ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് പിന്നീടും ആ ജയിൽ മോചനത്തിന് വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇതുവരെ NIA സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഉച്ചയോടുകൂടി ഹാനി ബാബുവിനെ ജയിൽ മോചിതനാകാൻ സാധിക്കും. കഴിഞ്ഞ 5 വർഷമായി വിചാരണ പോലും ഇല്ലാതെ ഹാനി ബാബു ആ ജയിലിൽ കഴിയുകയാണ്. നേരത്തെ സുപ്രീം കോടതി അടക്കം ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു. പിന്നീട് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സുപ്രീം കോടതിയിൽ നിന്നും ആ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും മുംബൈ ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയും മുംബൈ ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഹനി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മോചനം തന്നെയാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഹനി ബാബു പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NIA ഇതുവരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു NIAയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ഏതെങ്കിലും ഇടപെടൽ ഉണ്ടായാൽ ഒരുപക്ഷെ ജയിൽ മോചനം ഇനിയും വൈകും. ശരി.